السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ ഒരുമിച്ച് ഉടലിനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാനിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലാണ് ഞാൻ നിങ്ങളൊക്കെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവാണെന്ന്. വെള്ളി, ശനി, ഞായർ മിക്കവാറും അങ്ങനെ 3 ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. ചിലപ്പോൾ തിങ്കളാഴ്ച കിട്ടിയെന്ന് വന്നേക്കാം. ഏതാണെങ്കിലും 3-4 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ വർഷത്തെ റമദാൻ അതോടുകൂടി നമ്മളോട് വിട പറഞ്ഞു. പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഈ 3 ദിവസങ്ങളും ഇന്നത്തെ രാവുമൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, അത്യാഗ്രഹത്തോടുകൂടി കൈകാര്യം ചെയ്യും. പറയാനുള്ളതൊക്കെ അള്ളാനോട് പറയാം, നന്നായിട്ട് പറയുക. ഓരോ സെക്കൻഡും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. എന്ത് സുഹൃത്തുക്കളാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് നമ്മളെ കഴുകി തുടക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധന നടത്തേണ്ട പ്രധാനപ്പെട്ട ഭാഗം അത് മാത്രമാണ്. നമ്മുടെ ഉള്ള് വൃത്തിയായിട്ടുണ്ടോ എന്നുള്ളത്. അതല്ല എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഇങ്ങനെ വരുതിയിട്ടും പോണില്ല. ചിലതൊക്കെ ഇങ്ങനെ കരിഞ്ഞടി പിടിച്ചാലൊക്കെ ഉണ്ടാവുമല്ലോ. മെനക്കെട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ സാധനം അവിടെ തന്നെ ഉണ്ടാവും. എന്നതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയുള്ളൂ എന്താണ് നമ്മൾ എന്നുള്ളത്. നമുക്കും അള്ളാഹ്ക്കും മാത്രമാണ് അറിയുക. അതുകൊണ്ട് നമ്മുടെ ഉള്ളിനെ ശരിക്ക് കഴുകി തുടച്ചിരിക്കുന്നു, ക്ലീനാണ് എന്ന് ഉറപ്പുവരുത്താൻ കഴിയലാണ് ഈ റമദാൻ വിട പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. എളുപ്പമാണ്, എന്നാൽ കുറച്ച് പ്രയാസമുള്ള പ്രവർത്തനമാണ്. അതിനാണ് നമ്മൾ തൗബ, ഇസ്തിഗ്ഫാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ എല്ലാ സ്ഥലത്തും തൗബയെ കുറിച്ച് പറയുന്നുണ്ട്. തൂബൂ ഇലല്ലാഹി ജമീഅൻ യാ അയ്യുഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ നിങ്ങൾ എല്ലാവരും കൂടി തൗബ ചെയ്തിട്ട് മടങ്ങി അള്ളാന്റെ അടുത്തേക്ക്. സൂറത്ത് നൂറിലെ വർത്താനാണത്. സൂറത്ത് നൂറ് പ്രത്യേക അധ്യായമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചെന്നാണ്. സൂറത്ത് എന്ന് പറഞ്ഞാൽ മതിൽ എന്നാണ് അർത്ഥം. അള്ളാന്റെ വെളിച്ചവും അള്ളാന്റെ മതിലും അതിർത്തിയുമാണ് ആ സൂറത്ത് എന്നാണ്. സദാചാരം, വേഷവിധാനങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങള്, അതിൽ പാലിക്കേണ്ട മൊറാലിറ്റി, അതിലുണ്ടാവേണ്ട ക്വാളിറ്റി, സദാചാരത്തിന്റെ വിശുദ്ധി, ഇതൊക്കെയാണ് സൂറത്ത് നൂറ്. ആ സൂറത്തിന് ആ പേരെന്നെ അങ്ങനെ ഇട്ടതാണ്. നൂറ് അള്ളാന്റെ നൂറിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇത് സൂറത്തുൻ അൻസൽനാഹ, ഇതൊരു അധ്യായമാണ്. അറബിയിൽ സൂറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മതില് എന്നാണ്. അവിടെ മറ്റേ ഇതിനെയും വേർപ്പെടുത്തുന്ന മതില് എന്നാണ് ശരിക്കും സൂറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിലെ പദത്തിന്റെ അർത്ഥം. അതില് സദാചാരവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലാണ് അള്ളാഹു അത് വിശദീകരിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക. ധാരാളം വീഴ്ചകളും പോരായ്മകളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതിലേക്ക് ഞാനിപ്പോ കടന്നു പോകണമെന്നില്ല. നമ്മള് വളരെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ചെറുപ്പക്കാരുകളും ഒക്കെ കൂടി ഇടപഴകി സ്വതന്ത്രമായ അന്തരീക്ഷങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഓഫീസിൽ നമുക്ക് പെണ്ണുങ്ങളുണ്ടാവും. പെണ്ണുങ്ങളുടെ ഓഫീസിൽ നമ്മൾ പണിയെടുക്കുന്നുണ്ടാവും. ക്യാമ്പസുകളിലും അതുപോലെ തന്നെ കലാപരിപാടികളിലും കലാസാമൂഹിക സംവിധാനങ്ങളിലുമൊക്കെ നമ്മൾ ഇടപെടുന്നതോടുകൂടി സ്വതന്ത്രമായിട്ട് ആണും പെണ്ണും ഒക്കെ. ഞാനതിന്റെ അതിലേക്ക് പോണില്ല. എനിക്ക് പറയാനുള്ളത് മാറും പെണ്ണുങ്ങളും നമ്മളൊക്കെ ഉണ്ട്. സദാചാരം എന്ന് പറയുന്നത്, സദാചാരം എന്ന് പറഞ്ഞാൽ ആണിന്റെ ചാരിത്ര വിശുദ്ധി, പെണ്ണിന്റെ ചാരിത്ര വിശുദ്ധി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആണും പെണ്ണും ശാരീരികമായി ശുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത്. വിവാഹ ജീവിതത്തിന് മുമ്പ് ഒരു അന്യപുരുഷനുമായിട്ട് ഒരു പെണ്ണ് ബന്ധപ്പെടാൻ പാടില്ല. വിവാഹ ജീവിതത്തിന് മുമ്പ് ഒരു ആൺകുട്ടി ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഇത് ഇസ്ലാം ജീവിതത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ്. ഏറ്റവും മനോഹരമായ സങ്കല്പങ്ങളിലൊന്നാണ്. അംഗീകരിക്കപ്പെട്ട ഉടമ്പടിയിലൂടെ അല്ലാതെ ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധങ്ങളൊന്നും പാടില്ല. ഇതൊക്കെ മറകളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത്.
അതിനുവേണ്ടി ധാരാളം സൗകര്യങ്ങൾ വ്യാമോഹിപ്പിക്കുന്ന, ഇളക്കി വിടുന്ന, ഇക്കിളിപ്പെടുത്തുന്ന, നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന, നമ്മുടെ കണ്ണിനെയും കാഴ്ചയെയും ഒക്കെ പെട്ടെന്ന് റാഞ്ചിയെടുക്കാൻ പറ്റുന്ന കാഴ്ചകളും വിന്യാസങ്ങളുമാണ് നമ്മുടെ സ്ക്രീനുകളിൽ മുഴുവൻ വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ സ്ക്രീനിലാണെങ്കിലും ശരി, നമ്മുടെ സിനിമ സ്ക്രീനിലാണെങ്കിലും ശരി, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലാണെങ്കിലും ശരി, ഒക്കെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ ഒന്നാണ്. റസൂൽ തിരുമേനിന്റെ അടുത്ത് ആ പെണ്ണ് വരുന്നുണ്ടല്ലോ, ആണും വന്നിട്ടുണ്ട് റസൂലിന്റെ അടുത്ത്. അങ്ങനെ തന്നെ ഗാന്ധിജിയായാലെ പെണ്ണ് വന്നിട്ട് പറയുന്നുണ്ട്, ഫക്കീറിനെ യാ റസൂലല്ല, റസൂൽ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. റസൂൽ ചോദിച്ചാൽ എന്താടിയെന്ന് ചോദിച്ചു. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് റസൂലെ, ഞാൻ ഗർഭിണിയാണ് റസൂലെ. അതുകൊണ്ട് ഇസ്ലാമിൽ വിവാഹിതയായ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ശിക്ഷ. എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ശിക്ഷ. ഇവരാരും പിടിച്ചുകൊണ്ടെന്നൊന്നുമല്ല, അവർ സ്വയം വന്നതാണ് റസൂലിന്റെ മുമ്പിൽ. റസൂലോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംഘങ്ങളോ പോലീസോ ക്യാമറയൊന്നും പിടിച്ചിട്ട് കൊണ്ടൊന്നൊന്നുമല്ല, സ്വയമായിട്ട് തന്നെ അവർ സ്വന്തം വന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, ഇവള് എന്താണ് മദ്യോ ലഹരിയൊക്കെ ഉപയോഗിക്കലുണ്ടോ, അതല്ലെങ്കിൽ ഇവൾക്ക് മാനസിക വിഭ്രാന്തിയോ മാനസിക നില തെറ്റി എന്തെങ്കിലും പ്രവണതകളുണ്ടോ, കുടുംബക്കാരെയും കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, അവള് നല്ല പെണ്ണെന്നെയാണ്, അവൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ ഇത് അവള് പറ്റിപ്പോയിട്ടുണ്ട്, അവള് പറയണം. റസൂല് പറഞ്ഞു, എനിക്ക് ഗർഭിണിയല്ലേ, പ്രസവിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവൾ തിരിച്ചയക്കാനുണ്ട്. അങ്ങനെ പ്രസവം കഴിഞ്ഞ് പിന്നെ കുട്ടിനിയിട്ട് വരുന്നുണ്ട് റസൂലിന്റെ മുമ്പിൽ. അതാണ് റസൂലിനെ, ഞാൻ പ്രസവം കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ചെറിയ കുട്ടിയല്ലേ, ഈ കുട്ടിനെ ഇത് പാലൊക്കെ കുടിക്കുന്ന പ്രായത്തിലേക്ക് പോയാൽ പിന്നെ ആരാണ് ഇതിനെ നോക്കുക? അതുകൊണ്ട് അതങ്ങനത്തെ ഒരു കുട്ടിയാവും. അതുകൊണ്ട് ഈ കുട്ടിനെ ഈ തന്നെ സംരക്ഷിക്കണം. കുട്ടി എന്തെങ്കിലുമൊക്കെ നല്ല കരവസ്ഥ എന്താണ് പറയാ, നമ്മള് പാലും എന്താണ് പഴത്തിന്റെ പൊടിയും രാഗിപ്പൊടിയൊക്കെ തിന്നുമല്ലോ, പാലില്ലാത്ത സാധനങ്ങൾ തിന്നുന്ന ഒരവസ്ഥയിലെത്തട്ടെ എന്റെ കുട്ടി. അപ്പൊ ഈ വാന്ന് പറഞ്ഞു. പിന്നീട് അവരൊരു 6 മാസം കഴിഞ്ഞിട്ട് റസൂലിന്റെ അടുത്തേക്ക് കുട്ടിനെ എടുത്ത് വരുന്നുണ്ട്. വായിൽ കാരക്കൊക്കെ ഇട്ട് ചവച്ചിട്ട് ആ കാരക്ക അങ്ങനെ തോണ്ടി കുട്ടിയുടെ ചുണ്ടിലാക്കി വെച്ചുകൊടുത്തിട്ട് റസൂലിനോട് പറയുന്നുണ്ട്, എന്റെ കുട്ടി ഇപ്പം പാല് മാത്രമല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാനായിട്ടുണ്ട് റസൂലെ, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര ഇടങ്ങാറാവേണ്ട കാര്യം, എനിക്ക് പോയിക്കൂടായിരുന്നു. ഇതാരും വിളിച്ചത് ഒരു മനുഷ്യന്റെ തെറ്റി നമ്മൾ വിളിച്ചു പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പറയാം, നമുക്ക് ദേഷ്യം തീർക്കാൻ പറയാൻ പാടില്ല ഒരാളോട്. ഒരു മനുഷ്യനെ ഒളിച്ചു വെച്ച തെറ്റുകൾ ഒരാള് അല്ലാഹ് ഒളിച്ചു വെച്ച ഒരു കാര്യം അവര് വെളിവാക്കിയാറില്ലാതെ നമ്മൾ തുഴിഞ്ഞന്വേഷിച്ച് തുരന്നെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് 4 ഭാഗത്ത് കൂടി ഒളിഞ്ഞു നോക്കിയിട്ടൊന്നും ഒരാളുടെ ഒരു പോരായ്മ പറയാൻ പാടില്ല എന്നാണ് ഇത് ഇസ്ലാമിന്റെ വിധിയോ. ഒരു വ്യക്തിക്ക് ഭയങ്കര സുരക്ഷിതത്വം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. ഒരു പ്രധാനന്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നു, പ്രധാനു ഒരു ചക്കന്മാരൊക്കെ കൂടി കള്ളുപിടിക്കുകയാണ്. അതിനുള്ള കള്ളുപിടിക്കുക പെണ്ണുപിടിക്കുക എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് പ്രധാനു അത് കണ്ട് പ്രധാനു ജനലിക്ക് കൂടെ നോക്കി ഇത് കണ്ട് ഓട്ടനത്ര പ്രധാനു 4 പൊക്കി, ഈ ചങ്ങനെ പൊക്കി അവിടെ കൊണ്ടുവന്നു വേണ്ടാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലേഖം പറഞ്ഞിട്ട്. അന്നേ കാണിച്ചു തരാം പ്രധാനമുള്ള ആള്. അപ്പൊ അയാള് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ 2 എണ്ണമാണ് ചെയ്തത്, ഞാൻ 1 ചെയ്തിട്ടുള്ളൂ. ഞാൻ കുടിക്കുകയാണെങ്കിൽ കുടിക്കുകയാണെങ്കിൽ അതാണെങ്കിൽ അതാണ്. നിങ്ങൾ 2-3 തെറ്റുകൾ ചെയ്തു. ഒന്ന് ഒളിഞ്ഞു നോക്കാൻ പാടില്ല, ഒരു പേരിലേക്ക് അനുവാദമില്ലാതെ വരാൻ പാടില്ല. രണ്ടാമത്തത് ഒളിഞ്ഞു നോക്കാൻ പാടില്ല, എന്നിട്ട് അത് ഒളിഞ്ഞു നോക്കി പബ്ലിഷ് ചെയ്യാനും പാടില്ല. നിങ്ങൾ ഇത് 3 കൂടി ചെയ്ത് പ്രധാന അതിന്റെ വിശദീകരണോട് പ്രധാന പറഞ്ഞു പോയിക്കോ തൽക്കാലം അള്ളാനോട് ശരിക്കും പറയും, കാരണം എനിക്ക് പറ്റിയാലോ. ഞാൻ ഉമറാന്നുള്ള ആരാണെങ്കിലും നമുക്കറിയാം. ഞാൻ പറഞ്ഞത് അത്രയും വ്യക്തികൾക്ക് ഇന്നത്തെ ചാനലുകളും മീഡിയകളും ഒക്കെ കൂടിയിട്ട് ദുരന്തങ്ങളെ ആഘോഷിക്കുന്ന കാലമാണ്. കാരണം അവർക്ക് നമ്മളെ മറ്റേ 24 ആളൊക്കെ കണ്ടില്ല, നിങ്ങൾ അടുക്കളയ്ക്കൊണ്ട് കയറി വരും, ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ അന്തസ്സങ്ങൾ കെടുത്തിയിട്ട് എന്നിട്ടാണ് ചോദിക്കാൻ തുടങ്ങുന്നത് എവിടെയാണ്, എന്താണ്, ഏതാണ്. ഇതൊന്നും ഇസ്ലാമിലെ മീഡിയ പ്രവർത്തനമൊന്നും പോട്ടെ. ഞാൻ പറഞ്ഞത് വ്യക്തിക്ക് ഭയങ്കര അന്തസ്സ് കൊടുത്തിട്ടുണ്ട് ഇസ്ലാം. അതുകൊണ്ടാണ് ഈ പെണ്ണിനോട് ചോദിക്കുന്നത്, എന്തിനാണ് വന്നിട്ട് അനക്കന്റെ തടി രക്ഷപ്പെടുത്തിയിട്ട് പോയിക്കൂടായിരുന്നത്. അപ്പൊ പെണ്ണതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട്, അള്ളാന്റെ റസൂലെ നാളെ നിങ്ങളും പോകും ഞാനും പോകും, ആശറയിൽ വരുമല്ലോ, അള്ളാന്റെ മുമ്പിൽ വരുമല്ലോ. കാരണം സഞ്ചാരം അങ്ങോട്ടാണ്, എത്തിപ്പെടാൻ പോകുന്നത് ഓന്റെ മുമ്പിലേക്കാണല്ലോ. പടച്ചവന്റെ മുമ്പിലേക്കാണ് യാത്ര. അവസാനം ചെന്നെത്തി അടിയാൻ പോകുന്നത്, നമ്മളൊക്കെ ചെന്ന് ചാടാൻ പോകുന്നത് അള്ളാന്റെ മുമ്പിലാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ നിരാകരിച്ചാലും ശരി, അതിനകത്ത് പോലും അന്നം വിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ പോഞ്ഞുകൊണ്ടിരിക്കുന്നത്? റബ്ബിക്കൽ കരീം, അള്ളാന്റെ കാര്യത്തിൽ ആരാണ് നിങ്ങളെ പഞ്ചിക്കുന്നത്? ഈ ദുനിയാവിലെ നിസ്സാരമായ സംഗതികൾ കൊണ്ട് അതിൽ മയങ്ങി അതിൽ മറന്നു അതാണ് സംഗതി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ പെട്ടുപോകുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. അങ്ങനെ അവിടെ വരുമ്പോ എന്റേത് ആരെങ്കിലും എടുക്കുവോ? റസൂലെ ഞങ്ങളുടെ മുമ്പിലും സത്യവിശ്വാസികളുടെ മുമ്പിലും അള്ളാന്റെ മുമ്പിലും മലക്കുകളുടെ മുമ്പിലും എങ്ങനെയാ പ്രത്യക്ഷപ്പെടുക? എന്റെ ഈ പാപം ആരാണ് അവിടെ നിന്ന് ഏറ്റെടുക്കാണ്ടാവുക? നിങ്ങൾ ആരും ഏറ്റെടുക്കൂലല്ലോ.
അതുകൊണ്ട് എനിക്കിത് ഇവിടെ വെച്ചിട്ട് തീരണം. ഇതിന്റെ എല്ലാ കേടുപെടുന്ന് തീരണം. അള്ളാഹുവിനെയും റസൂലിനെയും മാലാഖമാരെയും കണ്ടുമുട്ടുന്ന ദിവസത്തിൽ ഞാൻ ക്ലീനായിരിക്കണം. എനിക്കൊരിടപാടും ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂൽ ഞാനിതിന് സന്നദ്ധമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കി നോക്കണം. റസൂൽ തിരുമേനി ശീലൊക്കെ കെട്ടി എറിയാനൊക്കെ പറഞ്ഞു. ഇറച്ചി കൊല്ലണം. എന്നിട്ട് എറിയുമ്പോൾ രക്തം തെറിക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം തെറിച്ച് ഒരു സഹാബിന്റെ ശരീരത്തിലേക്കൊക്കെ തെറിച്ച് വീണപ്പോ ആ സഹാബിയായി വൃത്തിയിട്ട പെണ്ണ് നമ്മൾ പറയല്ലോ, കഴിച്ച വണ്ണല്ലോ, ഭക്ഷണം പണിയെടുത്ത വണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ചങ്ങാതി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഈ പെണ്ണിന്റെ തൗബ, അവളുടെ ഇസ്തിഗ്ഫാർ മദീനയിലെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുത്താല് അവരൊക്കെ സ്വർഗത്തിൽ പോകും. അതിന് മാത്രമുള്ള തൗബയും ഇസ്തിഗ്ഫാറൊക്കെയാണ് ഈ പെണ്ണ് നിർവഹിച്ചിട്ടുള്ളത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതാണ് തൗബ എന്ന് പറയുന്നത്. അവനവന്റെ നമുക്കൊന്നും ഇപ്പൊ ആരെങ്കിലും ഇന്നിങ്ങടന്ന് ശിക്ഷിക്കാനൊന്നും ഇവിടെ ഒരു സംവിധാനമില്ല. രക്ഷപ്പെടാനാണ് എല്ലാ സംവിധാനങ്ങളും. അതുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ പറയലല്ലാതെ വേറെ ഒരു വഴിയില്ല. മറുഭാഗത്ത് സൂറത്ത് തൗബ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ടല്ലോ ഖുർആനിൽ. തബൂക്ക് യുദ്ധത്തിന് പോകാത്ത പോലെ കൈകാര്യം ചെയ്തതാണ്. അല്ലാതെ വ്യക്തിപരമായിട്ട് പിഴവുകൾ പറ്റി പോലെ കൈകാര്യം ചെയ്തതല്ല സൂറത്ത് തൗബ. അള്ളാഹു വിളിച്ചപ്പോൾ മറുപടി കൊടുക്കാതിരുന്ന റസൂല് വിളിച്ചു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രശസ്തനായ സഹാബി. നല്ല തോട്ടമുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, കുതിരയൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ നാളെ പോകാം, മറ്റന്നാ പോകാം, ഇതിന്റേന്ന് പോകാം, എനിക്ക് ഏതായാലും കുതിര കണ്ടല്ലോ എളുപ്പം പോകാം, പിന്നെ ആയി അവരൊക്കെ പോയി ഇനിയിപ്പോ ഞാൻ പോകുന്നു വേണ്ട, അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ തോന്നലും. അങ്ങനെ മുമ്പിൽ പോകാതിരിക്കുകയും അങ്ങനെ മുമ്പിൽ പോയില്ല. റസൂല് അവിടുന്ന് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു വന്നു. ഇവിടെ പോകാതിരുന്ന ആളുകളൊക്കെ റസൂലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മദീന പള്ളിയിലേക്ക്. അവിടെ വിശ്വാസികളുടെയൊക്കെ വലിയ സംഘം. ഓരോരുത്തരെ വന്ന് അമ്മാക്ക് സുഖമില്ലാനും പാപ്പാക്ക് സുഖമില്ലാനും കച്ചവടത്തിന് അങ്ങനെ പറ്റിയും എനിക്കെന്നെ ഇങ്ങനെ പുറത്തുവേദന ഉണ്ടായാലും വയറുവേദന ഉണ്ടായാലും സാറല്ലേ അല്ല കൊടുക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ നുണ പറഞ്ഞു പോവാണ്. ഈ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നല്ല ബോധമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കോപം എന്റെ മേലിൽ വരാൻ കാരണമായി തീരുന്ന രീതിയിൽ റസൂലിന്റെ ഒപ്പം തന്നെ നുണ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നുണ പറയാനാണെങ്കിൽ ഇന്നെപ്പോലെ വാക്സാമർത്ഥ്യമുള്ള ആളൊന്നും വേറുണ്ടാവില്ല. റസൂലിനെ പറ്റിക്കാനെങ്കിൽ എനിക്ക് കഴിയില്ല. ഗോത്രക്കാരോടൊക്കെ വിളിച്ചു ചോദിച്ചു, സ്വന്തം കുടുംബക്കാരോടൊക്കെ എന്താ റസൂലിനോട് പറയാ, എന്തേ വരാഞ്ഞാന്ന് ചോദിച്ചാല് ഓലൊക്കെ പറഞ്ഞിട്ടില്ലേ. അതേപോലെ ഇയാൾ പറഞ്ഞതാ ആ ഗൂഢവിശ്വാസികളൊക്കെ വന്നിട്ട് എല്ലാരും വന്നിട്ട് പല കാരണം പറഞ്ഞു പോയി. അതുപോലെ ഇക്കും പറഞ്ഞു പോയിക്കോ. അങ്ങനെ റസൂലിന്റെ ഒപ്പിൽ വരുന്നുണ്ട്. എന്ത് പറ്റി കാക്ക, എന്ത് ഈ പോകാൻ? അപ്പൊ തന്നെ കാക്ക പറയണ്ട, അല്ല റസൂലെ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തോൽപ്പിക്കാനൊക്കെ കഴിയും. പക്ഷെ എനിക്ക് നിങ്ങളുടെ കോപം താങ്ങാനുള്ള കരുത്തില്ല. അത് നാളെ മാശറയിൽ വെച്ച് ഏറ്റുവാങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ടുള്ളത് ഞാൻ പറയണം. ഞാൻ പോരാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് പോരാൻ പറ്റില്ല. മടിച്ച് അവസാനം എനിക്ക് പോരാൻ കഴിഞ്ഞില്ല. അതാണ് സംഭവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഈ പൊയ്ക്കോന്ന് പറഞ്ഞു. എന്റെ കാര്യത്തിൽ അള്ള തീരുമാനം കേട്ടതാണ്. ഈ പൊയ്ക്കോന്ന് പറഞ്ഞു. നുണ പറഞ്ഞവളൊക്കെ തടിയെടുത്ത് കഴിച്ചില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാര്യം അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തു. ഇദ്ദേഹം കൊണ്ട് വേറെ രണ്ടാളുകളുണ്ടായിരുന്നു. വയസ്സായ സഹാബി വേറെ സഹാബി ഉണ്ടായിരുന്നു. രണ്ടാളും ബദറിൽ പങ്കെടുത്തോലൊക്കെയാ മതി. വലിയ മൂന്നാളുമാണ് സത്യം പറഞ്ഞു. ഈ രണ്ടാൾക്കാർ ഒരാൾ വയസ്സായാലാണ്. അദ്ദേഹം വീട്ടിൽ നിന്നും പിന്നെ പുറത്തേക്ക്. കാരണം സഹാബികളൊന്നും കണ്ടാൽ പിന്നെ മിണ്ടൂല. കാരണം അള്ള എന്തെങ്കിലും ഇവരെ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. ഇവരെന്തുകൊണ്ട് വന്നില്ല പോയില്ല എന്ന് ചോദിച്ചതിന് മറുപടി പറയണം. അവസാനം വിധി വരുന്നില്ല. ദിവസങ്ങൾ 20 ദിവസം, 30 ദിവസം, 40 ദിവസം, 50 ദിവസം. ഈ കാബിനുമാലേക്ക് പറയുന്നുണ്ട്, ഞാൻ അങ്ങാടി കൂടി കറങ്ങിയെടുക്കും. മറ്റോർക്ക് രണ്ടാൾക്കും സങ്കടം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. രണ്ടാളും വരെ തന്നെ ഇരുന്നു. കാരണം ആരും മിണ്ടണമില്ല, അന്വേഷിക്കണമില്ല, ചോദിക്കണമില്ല. റസൂല് പറഞ്ഞു ഇവരെ കാര്യത്തിൽ അള്ള തീരുമാനം പറയാതെ ഒരു വർത്തമാനം നമുക്ക് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു സംഗതിയാണ്. അവസാനം ഭാഗവരുമാലേക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട്, ഈ എളാപ്പാട്ടമായി. അവര് ഭയങ്കര ഫ്രണ്ടാണ്. ആ അതിലൊക്കെ ചാടി അവന്റെ അടുത്ത് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല എനിക്കറിയാം ഞാൻ കവടനെല്ലാം ഞാൻ നല്ലത് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. പോയിക്കോ, എനിക്കതിന് മറുപടി ഒന്നുമില്ല. ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ ഒരു ശിക്ഷ സ്വീകരിച്ചപ്പോണ്ടായ നടപടി കൂടിയാണ്. പിന്നെ ആരും ഒരു വിട്ടുവീഴ്ചയും കാണിക്കണില്ല. അയാള് ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെതും കാണിക്കാത്ത വണ്ണം അയാളെ തിരിച്ചുവിട്ടു. അവന് സങ്കടം സഹിക്കാൻ അത് കൂടുന്നു. പിന്നെ അവസാനം പെണ്ണുങ്ങളോടടക്കം വേർപിരിഞ്ഞു പോകാൻ പറഞ്ഞു. വെറുതെ എന്ന് പറഞ്ഞാൽ തൊലാക്കല്ല, കാവിന്റെ അടുത്തേക്ക് ചെല്ലരുത്, ഇനി ഇതിന്റെ കാര്യത്തിൽ തീരുമാനം വന്നിട്ട് പറയും. പെണ്ണും പോയാൽ പിന്നെ എന്താ? ഹിലാൽ ബിൻ ഉമയ്യ എന്ന് പറയുന്ന സഹാബിയുണ്ട്. അദ്ദേഹത്തിന് വയസ്സായിരുന്നു. പെണ്ണുങ്ങളോട് അടുക്കരുത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊന്നും മൂപ്പര് വയസ്സനാണ്. തിന്നാനും കുടിക്കാനും അരക്കാനൊന്നും മൂപ്പര് കേൾക്കൂല. അതുകൊണ്ട് മുപ്പത്തിയാറ് കൊടുക്കണം. അങ്ങനെ 36 തൽക്കാലം അത് മാത്രം, വേറെ ഒരു പണിയും പാടില്ല. തൽക്കാലം സേവനം മാത്രം ചെയ്തു കൊടുക്കാം. അപ്പൊ അദ്ദേഹത്തിനോട് പറയണ്ട, ഇനി പോയി ചോദിച്ചു നോക്കുന്നാല് റസൂലിനോട് എന്റെ പെണ്ണുങ്ങളെ നിർത്തിത്തരാൻ ഞാനെങ്ങനെ ചോദിക്കുക? എന്നെ പോലത്തെ ഒരു ആരോഗ്യം ആയുധമുള്ള ഒരാള്. അതുകൊണ്ട് ഞാൻ ചോദിക്കാനൊന്നും റസൂലിന്റെ അടുത്തേക്ക് പോയില്ല. കാരണം അത് അതിനേക്കാൾ വലിയ വിഷമാണെന്ന് തോന്നുന്നു.
പോയില്ല. എന്നിട്ട് പിന്നെ അയാൾ പുറത്തിറങ്ങിയപ്പോ സിറിയയിലെ രാജാവിന്റെ കത്ത് മുഹമ്മദ് നബി ആക്ഷേപിക്കുന്നുണ്ടല്ലേ, പോലത്തൊക്കെ നല്ല ആളുകൾ ഇട്ടിട്ട് വെള്ളം കുടിപ്പിക്കുകയാണല്ലേ, ഇങ്ങോട്ട് പോര്, അനക്ക് നമ്മൾ തരാം സ്ഥാനാപത്, അങ്ങനെ കണ്ടല്ലോ. എന്റെ സംഘടന പുറത്താക്കിയ മറ്റേ സംഘടന, മറ്റേ പാർട്ടിന്ന് പുറത്താക്കിയ ഈ പാർട്ടി, ഏറ്റെടുക്കാൻ ആൾക്കാർ, ഇയാളെ ഏറ്റെടുക്കാൻ വേണ്ടി ആളുകളുണ്ട്. അവസാനം അയാൾ ആ കത്ത് വലിച്ചു കാബനുമാലിക്കാതെ വല്ലാത്തൊരു പരീക്ഷണം, അത് വലിച്ചു ചീറ്റി പിച്ചു കിടക്കുന്നു. അങ്ങനെ സങ്കടപ്പെട്ടു. ഈ 50-60 ദിവസം കഴിയുന്നുണ്ട്. അതിന് ശേഷമാണ് മലമെന്നൊരു ചങ്ങായി കയറി വിളിച്ചു പറയുന്നത്, കാതെ നിന്റെ പശ്ചാത്താപം അന്ന് സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ തോപ അന്ന് സ്വീകരിച്ചിരിക്കുന്നു. ആബ് ഓടിയിട്ട് കുപ്പായൊക്കെ വലിച്ചേരി ഇവന്റെ മേലെ കൂടെ എന്നെ ഇട്ടുകൊടുത്തു. ഒന്നായിട്ട് ഇതിന്റെ സന്തോഷം ഇത് അനക്കുള്ളതാണ്. അറബികളുടെ ഓരോ ആചാര രീതികൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ഓനായിട്ട് അണിയിപ്പിച്ചിട്ട് എന്നിട്ട് നിന്നെ റസൂല് വിളിക്കുന്നുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അടുത്തേക്ക് പോകുന്നുണ്ട് കാബിന് മാലിക്കറിയാവുന്നു. എന്നിട്ട് കാബ് ചോദിക്കുന്നുണ്ട് റസൂലിനോട്, അല്ലാഹ് റസൂല് ഇത് നിങ്ങള് പുറത്തതാണോ അതല്ല അള്ളന്റെ പുറത്തതാണോ? അള്ളാഹുവിന്റെ പുറത്തതാണ്. നബി വെച്ചിട്ടാണ്ട് ആലിംഗനം ചെയ്യാണ് കാബിന് മാലിക്കറിയാവുന്നു. പറഞ്ഞിട്ട് ചുരുക്കം എന്താന്ന് വെച്ചാൽ ബാക്കി ഇവിടെ നമ്മള് സൗബ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഉള്ളൊരു കടം ശരിക്കും കലങ്ങണം. അതിങ്ങനെ മേലക്കൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് പോണ്ട, അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്തിട്ട് തൽക്കാലമായി അടിച്ചു വാരിപ്പോണ്ട ഒരു കേസല്ല തൗബ എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നീറ്റലും പൊള്ളലും നല്ല ചൂടും പുകയൊക്കെ വെന്തിട്ട് നമുക്കാണ് തോന്നണം, ഞാന് ശരിയായിട്ടുണ്ട്, ക്ലിയറാവണുണ്ട്, എന്റെ എല്ലാ ഭാഗവും ഞാൻ ശരിപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുമാറ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാൻ പറ്റാന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റമളാൻ അതിനുള്ള അവസരം കൂടിയായിരുന്നു. നമ്മുടെ കൈകളൊക്കെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ഷമീർ സാഹിബ് നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നല്ലോ, നന്നായിട്ട് അള്ളാഹിനോട് പറയണം. ഓരോ സമയത്തും വീഴ്ചകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്, കണ്ടമാനം സംഭവിച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് പറയുന്നുണ്ട്, അള്ളാഹുവേ അങ്ങനൊരു ഭാവാട്ടമാണ്, നിന്റെ കാരുണ്യത്തിന് അർഹനാകാൻ മാത്രമുള്ള വീരനൊന്നുമല്ല ഞാൻ, കാരണം അതിനാത്രം വലിയ പുണ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിന്റെ കാരുണ്യം അത് വിശാലമാണ്, നീ അർഹമർ റഹീമാണ്. അല്ലാഹനെ വിളിക്കുമ്പോ അങ്ങനെയൊക്കെ വിളിക്കണം എന്നാണ്. യാ അർഹമർ റഹീം, യാ റഹ്മാൻ, യാ റഹീം, യാ ഗഫൂർ, യാ വദൂദ്, യാ ഗഫാർ, എങ്ങനെയൊക്കെ അല്ലാഹനെ വിളിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വിളിച്ചിട്ട് അവനാന്റെ കാര്യങ്ങൾ വെക്കുക. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളിലും സമയങ്ങളിലും അതിന്റെ അവസാന ഘട്ടങ്ങളിലുമാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, മാപ്പും അഫുവും ഒക്കെ നൽകുന്നവനാണ്. ഞങ്ങൾക്ക് മഗ്ഫിറത്തും അതുപോലെ തന്നെ അഫുവും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചു വീട്ടിലെ ആളുകളാണ്. ഞങ്ങളുടെ ഉമ്മാരും ഉപ്പാരും ഞങ്ങളും കുട്ടികളും ഞങ്ങൾക്കൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നീ മായ്ച്ചു കളയുക, ഇല്ലായ്മ ചെയ്യുക, അതിനെയൊക്കെ നീ നന്മകളായി പരിവർത്തിപ്പിച്ച് കരുണാവാരി നാളെ ഖബറിലും ബർസഖിലും മഹ്ശറയിലും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണം. തമ്പുരാനെ, ഇന്ന് നമ്മുടെ കുട്ടികളെ ഇവിടെ ഇത്തിഖാഫും ഇതൊക്കെ ഉണ്ട്. അതിന് പല ആളുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഭക്ഷണവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളുമാണ് തന്നിട്ടുള്ളത്. അത് വലിയൊരു സംഗതിയാണ്. നോമ്പിന്റെ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സ് ഭയങ്കരമായിട്ട് തുറക്കുന്ന ഒരു കാലാണ്. എല്ലാവരും നന്നായിട്ട് കൈമയും മറന്നിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. ചോദിക്കുമ്പോഴേക്കും ആളുകൾ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണമല്ല സംഗതി. അന്നത്തെ എത്തിക്കാപ്പനും അതുപോലെ നോമ്പ് തുറക്കും ഇനിയിപ്പോ അത്താഴത്തിനൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പല ആളുകളും നമ്മളെ ഹദിയ, അവരുടെ വഖഫ്, അവരുടെ സഹായമായിട്ട് നമുക്ക് ഇതിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും അതിൽ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെലവഴിക്കുന്ന ഓരോ തുട്ടും അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ വീടിനും ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹമായി മാറുന്ന രീതിയിൽ അല്ലാഹു അവരിൽ നിന്നും നമ്മളിൽ നിന്നുമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നന്മകളിൽ മുന്നേറാനും ഏറ്റവും നല്ല പാതയിൽ സഞ്ചരിക്കാനും വിശുദ്ധിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും വിശുദ്ധിയോടെ ജീവിതത്തെ അവസാനിക്കാനും കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. നമ്പരാണ് അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. نشهد أن لا إله إلا الله ونستغفر الله ونسألك الجنة ونعوذ بك من النار ونعوذ بك من النار. ربنا تقبل منا دعاء. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمون في غزة. اللهم انصرهم يا رب العالمين. اللهم انزل عليهم بركة ونعمة وسلامة وبردة وروعة وشفاء من السماء منك برحمتك يا أرحم الراحمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. السلام عليكم ورحمة الله وبركاته.